ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ നമ്മുടെ ജീപ്പിൻ്റെ 2 റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ട് ആൾക്കാരൊക്കെ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണ്. കഴിഞ്ഞ വെക്കേഷൻ പോയപ്പോൾ എടുത്ത വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബെർലിനിലേക്ക് വരണൊക്കെ തൊട്ട് ഒരു ദിവസം മുന്നേ ആയിട്ട് നമ്മുടെ ജീപ്പിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഒരു ഓഫ് റോഡൊക്കെ പോയി, പിന്നെ അഗെയിൻ കുറച്ച് ഇഷ്യൂ ഒക്കെ ആയി, അതെല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാ പണിയും കഴിഞ്ഞിരിക്കുമ്പോൾ ലാസ്റ്റ് ഒരു ഓഫ് റോഡും കൂടെ പോയിട്ട്, ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, വണ്ടിയുടെ പെർഫോമൻസൊക്കെ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, പണിയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. എന്നെപ്പോലെ വണ്ടീനെ സ്നേഹിക്കുന്ന ഒരുവിധം എല്ലാ പ്രവാസികളും അവർ തിരിച്ച് വരുന്നതൊക്കെ മുന്നേ വണ്ടിയായിട്ട് മാക്സിമം കുറച്ചും കൂടി ഡ്രൈവ് ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് മീൻ പിടിക്കാൻ പോയി നമ്മുടെ അടുത്തൊരു പുഴയുടെ അവിടെ പോയിട്ട്, പിന്നെ അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എടുത്ത വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് കണ്ടു പോകും. ഞങ്ങളേ വരാൻ 2 ദിവസമേ ഉള്ളൂ. ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മീൻ പിടിക്കാൻ വന്ന കേട്ടോ. ഒരു ഡാം പോലെ അല്ല, എന്താ ഡാമാണത്, പാലം, കുറച്ച് ഷട്ടറൊക്കെ ഉണ്ട് ഇവിടെ. വെള്ളം അവിടെ കെട്ടിക്കുന്നുണ്ട്. വണ്ടിയുടെ നിർത്തിയിട്ട് സോജയുടെ കസിനാണ്. ഇപ്പം ഞങ്ങൾ 2 പേരും കൂടി വെറുതെ ഒരു ഗ്യാപ്പിൽ ഇറങ്ങിയതാണ്. കോഴി വേസ്റ്റ് മേടിച്ചത്. ഇപ്പം അത്ര മഴക്കാലം അല്ലാത്തതുകൊണ്ടേ ഞാഞ്ഞൂല് കിട്ടാനില്ല. അപ്പോൾ എന്തായാലും മീനൊന്ന് പിടിച്ചു നോക്കാം ഗൈസ്. വെള്ളം നല്ല പ്രഷറിലാട്ടോ വരണേ. നാട്ടിൽ ഏത് കാലത്താണ് സ്ഥിരം താമസിക്കാൻ പറ്റുമെന്നാവോ. ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് നിന്നിട്ട്. ഡാമല്ല കേട്ടോ, ഈ ഒരു പുഴയുടെ ഈ സൈഡിലേക്ക് വന്നു. നമ്മൾ വാങ്ങിച്ച റോഡ് കേട്ടോ, അതൊക്കെ അറിയുന്നുണ്ടാവും ചിലപ്പോൾ. ബേറിൽ അങ്ങനെ ഇത് കണ്ടിട്ടില്ല ഈ സാധനം. നോക്കട്ടെ, സാധനം കുറേ നേരം ചൂണ്ടൊക്കെ എറിഞ്ഞവിടെ നിന്ന് നോക്കിട്ടോ, മീനൊന്നും കിട്ടിയില്ല. അവസാനം തേവി പിടിക്കുക എന്നുള്ള രീതിയിൽ കുറേ തേവി വയ്ക്കി, എന്നിട്ടും മീനൊന്നും കിട്ടിയില്ല. പിന്നെ നല്ലോണം കുറച്ച് മീൻ മേടിച്ച് വീട്ടിൽ കയറുകയാണ് ചെയ്തത്. കിട്ടില്ല. നമ്മൾ പണ്ട് ബൊലേറോ ആയിട്ട് ഒരു ഓഫ് റോഡ് പോയില്ലേ, ഞാൻ ഇട്ടിരുന്നു ടെസ്റ്റിംഗ് ദ ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ. ആ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഉണങ്ങിയിരിക്കുകയല്ലോ ജോഷിയുടെ. എൻ്റെ മുകളിൽ ഒരു കോറി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മീനൊന്ന് പിടിക്കാൻ നോക്കുകയാണ്. പുഴ പോയിട്ട് മീനൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് ഈ വണ്ടി ഒരു 2 വീലർ ഇട്ട് കയറി നോക്കാം. കയറിയില്ലെങ്കിൽ 4 വീലർ ഇടാം. എന്നിട്ട് നമുക്ക് കോറിയിൽ മീനും പിടിച്ചിട്ട് പോകാട്ടോ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എന്നാലും നമുക്ക് നൈസിന് പോകാൻ പറ്റും. നല്ല രസമുണ്ടോ, വീട് നോക്കി നോക്കിട്ടോ, അടിപൊളിയാ. വീഡിയോ ലോ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ കയറുന്ന അറിയില്ല. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. അതിന് പക്ഷേ 4 വീലർ ലോ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ കയറുന്ന അറിയാം. ഞാൻ ലോ ഗിയർ ന്യൂട്രൽ ഇട്ടു. ഇപ്പോൾ 4 വീലർ ലോയിൽ എൻഗേജ് ചെയ്താൽ ഞാൻ ക്ലച്ചിന് കാലിക്കാൻ പോകുന്നു. ക്ലച്ചിന് കാലെടുത്തു, ഒന്നും ചെയ്യില്ല കേട്ടോ. വണ്ടി ഇങ്ങനെ പോകുന്നു.
റേറ്റ് കൊടുത്തിട്ടില്ല. കൃഷി ഇമ്മാരി കയറ്റി ഇറങ്ങിക്കണം. എൻ്റെ കാര്യം എൻ്റെ വേണ്ട കാല് കൊടുക്കാം. എനിക്കൊരു പേടി. വണ്ടി പോകണ്ട്. വയ്യത് ആ കയറ്റാൻ വണ്ടി എടുത്തത്. അതിൽ കയറുന്നോ? അതിൽ പിടിച്ച് കയറിക്കോ. എവിടെയും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ വേറെ വണ്ടി പോകുന്നത്. സത്യം കേട്ടോ. അപ്പൊ ഇത് സത്യ. പലർക്കും ഡൗട്ടുള്ളായിരിക്കും. നൈസാണ്. അത്യാവശ്യം നല്ല കയറ്റാണ്. വണ്ടി തന്നെ കയറിയത്. രസമല്ലേ? പതുക്കെ പോകുന്നത് മാത്രം. ഇത് ശരിക്കും ഉരുസലിട്ട് പോകണം അല്ലേ? ഞാൻ കയറില്ലെന്ന് അറിയാം. എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. കൂടുതൽ ചെയ്ത് ശരിയാണെന്ന് അറിയാത്തതുകൊണ്ട്. പക്ഷെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഇക്കൊല്ലത്തെ വെടി തീർന്ന എയർപോർട്ടിലെത്തി. വണ്ടി നമ്മൾ വിട്ട് പോവാണ്. വളരെ സങ്കടത്തോടു കൂടി ഈ വണ്ടിയോട് വിട പറയാനുണ്ടോ. ഇക്കൊല്ലത്തെ കോഴിക്കോട് എയർപോർട്ടിലെത്തി. അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. ഒരുപാട് ട്രിപ്പുകളൊക്കെ പോയി. എവിടെയൊരു പ്രശ്നം ഉണ്ടായില്ല. ആരായിട്ടൊരു കച്ചറയോ കാര്യമോ ഒന്നും ഉണ്ടായില്ല. എല്ലാ രീതിയിലും ലീഗലായിട്ട് എല്ലാ രീതിയിലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഫൈനോ കാര്യങ്ങളോ ഒന്നും. മിസ് ചെയ്യും. അല്ലാണ്ട് അടുത്ത പ്രാവശ്യം കാണാം മുതലേ.